അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു റസൂലായിട്ട് തിരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് തുടങ്ങി. ആദ്യഘട്ടം രഹസ്യ പ്രബോധനമാണ്. കുടുംബക്കാരെയും ഉറ്റ ചങ്ങാതിമാരെയുമൊക്കെയാണ് ഈ കളങ്കമില്ലാത്ത ആദർശത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് വിളിച്ചത്. സത്യത്തെയും നന്മയെയും സ്നേഹിക്കുന്ന നല്ല മനുഷ്യരെയാണ് നബി ആദ്യം തിരഞ്ഞെടുത്തത്. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകി. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം, സൗഭാഗ്യം ഹിദായത്താണ്. ആ ഹിദായത്തിന് അള്ളാഹു ചില മനുഷ്യരെ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തു. യഹ്ദീ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും, അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുക്കും. വല്ലാഹു അഅലമു ബിൽ മുഹ്തദീൻ, ആർക്കാണ് ഹിദായത്ത് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും നന്നായിട്ടറിയുക അള്ളാഹുവിന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളിൽ അസ്സാബിഖൂനൽ അവ്വലൂൻ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ്. സിയറു അഅലാമുൻ നുബല എന്ന ഗ്രന്ഥത്തിൽ ഇമാം അദ്ദഹബി റഹിമഹുല്ലാഹു തആല 50 സ്വഹാബിമാരെ എണ്ണുന്നുണ്ട് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവർ. പ്രിയപ്പെട്ടവരെ, ഓരോ വിഭാഗത്തിൽ നിന്നും ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചവർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി നമ്മുടെ ഉമ്മ ഖദീജ ബീവി തന്നെയാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ മാത്രമല്ല, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് നബിയെ സത്യപ്പെടുത്തിയതും നബിയിൽ വിശ്വസിച്ചതും ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറയലുണ്ട്, ഞാൻ ജനങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കുമുള്ള നബിയാൻ, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള നബിയാൻ, റസൂലാൻ. ഫഖുൽത്തും, അപ്പോൾ നിങ്ങൾ പറഞ്ഞു, കദബ്ത, നിങ്ങൾ പറഞ്ഞത് കളവാൻ. വഖാല അബൂബക്കർ സ്വദഖ്ത, എന്നാൽ അബൂബക്കർ എന്നോട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്നാണ്. നബിയെ ആദ്യം സത്യപ്പെടുത്തിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുതിർന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാൻ. കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബിൻ്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അലി റളിയല്ലാഹു അൻഹു വളർന്നത്. നബി ഇസ്ലാം പരിചയപ്പെടുത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഒട്ടും മടി കൂടാതെ ആ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സായിരുന്നു പ്രായം. മവാലികളുടെ കൂട്ടത്തിൽ നിന്ന്, മൗല എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ട അടിമയാണ്. മുമ്പവർ അടിമയായിരുന്നു, പിന്നീട് അവർ മോചിപ്പിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ ഒരാളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവാൻ. നബിയുടെ മുഅദ്ദിൻ, ബാങ്കുവിളിക്കാരൻ ബിലാൽ റളിയല്ലാഹു അൻഹു. അള്ളാഹു ഇവരുടെയൊക്കെ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വെളിച്ചം കൊണ്ട് ധന്യമാക്കി. ഈ 5 ആളുകളാണ് ആദ്യമായിട്ട് ഓരോ വിഭാഗങ്ങളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചത്. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, മുതിർന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു,
കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു മോചിപ്പിക്കപ്പെട്ട അടിമകളിൽ നിന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മളെയും അവരുടെ കൂടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.